ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അങ്ങനെ പവിത്രത്തിൻ്റെ 2 അടിപൊളി പ്രൊമോകളാണ് കേട്ടോ പുറത്ത് വിട്ടിട്ടുള്ളത്. അതിലൊരു പ്രൊമോയിൽ കാണിക്കുന്നത് വേദയും കുഞ്ഞും അമ്മയും എല്ലാം കൂടെ തരുണും എല്ലാം കൂടെ യാത്ര പോവാണ്. യാത്ര പോകുന്നതിനിടയിൽ അവർക്ക് ഒരു അപകടം സംഭവിക്കുകയാണ്. ഇത് ദേവരാജൻ്റെ പ്രതികാരം തീർക്കലാണ്. കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് വേദ അയാളുമായിട്ട് നേരിട്ട് ഒരു യുദ്ധത്തിന് മുട്ടിയിട്ടുണ്ടായിരുന്നല്ലോ. അപ്പം അതിൻ്റെ ഒരു പ്രതികാരം തീർക്കലായിട്ടായിരുന്നു ഇങ്ങനെ ഒരു ആക്രമണം. വേദ ഇയാളുടെ ഗോഡൗണിൽ നിന്ന് ഡ്രഗ്സുകളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നല്ലോ. അതിൻ്റെ എല്ലാ തെളിവുകളും വേദയുടെ കയ്യിലുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ വേദ അത് മീഡിയയ്ക്ക് മുന്നിൽ അത് പുറത്തു കൊണ്ടുവരും. എല്ലാവരും മുന്നിലും ഇയാളുടെ കള്ളത്തരങ്ങളൊക്കെ പുറത്തു കൊണ്ടുവരുന്ന വേദ ആദ്യം മനസ്സിൽ ഉറപ്പിച്ചിട്ടുള്ളതായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ദേവരാജൻ വേദയായിട്ട് ഒരു ഒത്തുതീർപ്പിന് ശ്രമിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ വേദ ആരും ഇടപെട്ടിട്ടും വേദയുടെ തീരുമാനങ്ങളൊന്നും വേദ മാറ്റുന്നില്ല. അതുകൊണ്ട് തന്നെ ഇയാൾക്ക് തീർത്താൽ തീരാത്ത ഒരു പക ഇയാളുടെ ഉള്ളിൽ വരികയാണ്. പിന്നീട് അത് കുഞ്ഞിനും വേദയ്ക്കും ഒക്കെ ദോഷം ചെയ്യും എന്നുള്ള ആ ഒരു പേടി കൊണ്ട് തന്നെ തരുണ് വേദയെ പിന്തിരിപ്പിക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ ആരിടപെട്ടിട്ടും വേദയുടെ തീരുമാനങ്ങൾക്കൊന്നും ഒരു മാറ്റവും ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല. ദേവരാജൻ്റെ ആ ഒരു തീർത്താൽ തീരാത്ത പകയാണ് കേട്ടോ ഇങ്ങനെ ഒരു ആക്സിഡൻറ്റിലേക്ക് കൊണ്ടെത്തിച്ചത്. അതുകൊണ്ട് തന്നെ ഇവരുടെ മുന്നിൽ ഇനി പിടിച്ചു നിൽക്കാൻ പറ്റില്ല എന്ന് വേദയ്ക്കും മനസ്സിലായിട്ടുണ്ട്. അങ്ങനെ വേദയ്ക്ക് പെട്ടെന്ന് നാട്ടിലേക്ക് ട്രാൻസ്ഫർ ആവുകയാണ്. കൂട്ടത്തിൽ തരുണും രണ്ടുപേരും ഒരുമിച്ച് തന്നെയാണ് നാട്ടിലേക്ക് വരുന്നത്. എന്നാൽ വേദയ്ക്ക് നാട്ടിലേക്ക് വരാൻ വലിയ താല്പര്യമൊന്നും തോന്നുന്നില്ല. കാരണം ശ്രീകാന്തിനെ ഭയന്നിട്ടാണ് വേദയ്ക്ക് അങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ തോന്നാത്തത്. ശ്രീകാന്ത് തൻ്റെ കുഞ്ഞിനെ വല്ല അപകടപ്പെടുത്തോ എന്നൊക്കെയുള്ള ഒരു ഭയം വേദയുടെ മനസ്സിലുണ്ട്. എന്നാൽ വിക്രം ജയിലിൽ നിന്ന് ഇറങ്ങിയ കാര്യമൊക്കെ അറിഞ്ഞ സമയത്ത് വേദയ്ക്ക് ഒരുപാട് സന്തോഷമാവുന്നുണ്ട്. അങ്ങനെ മോളുടെ സുരക്ഷ ആലോചിച്ചിട്ട് തരുണ് ആ ജയിലിൽ വിക്രമിൻ്റെ കൂടെ വിക്രമിന് ഒരു ആശ്വാസമായി നിന്നിരുന്ന ആ പോലീസുകാരനെ ചെന്ന് കാണുന്നുണ്ട്. അങ്ങനെ തരുണ് അയാളുടെ അടുത്ത് സാറുടെ അടുത്ത് പറയുന്നുണ്ട് തൻ്റെ മകൾക്ക് എപ്പോഴും ഒരു ബോഡി ഗാർഡായിട്ട് നിൽക്കാൻ പറ്റിയ ഒരാളെ വേണം, എപ്പോഴും മോളുടെ കൂടെ ഉണ്ടാവണം. സ്കൂളിൽ പോകുന്ന സമയത്താണെങ്കിലും വീട്ടിലായ സമയത്താണെങ്കിലും എപ്പോഴാണെങ്കിലും മോൾക്കൊരു പ്രൊട്ടക്ഷൻ നൽകാൻ പറ്റുന്ന ഒരാളായിരിക്കണം എന്നൊക്കെ ആ സാറുടെ അടുത്ത് പറയുന്നുണ്ട്. ഇപ്പോൾ അങ്ങനെ ഒരാൾ എന്ന് പറഞ്ഞ് സാറ് ആലോചിക്കുന്ന സമയത്താണ് സാറുടെ മനസ്സിലേക്ക് വിക്രമിൻ്റെ പേര് കടന്നു വരുന്നത്. കാരണം വിക്രമിനെ അത്രയും സാറിന് അറിയാം. വിക്രമിൻ്റെ സത്യസന്ധതയും എല്ലാ കാര്യങ്ങളും സാറിന് നന്നായിട്ട് അറിയാവുന്നത് കൊണ്ട് തന്നെ വിക്രമാണ് അതിന് ഏറ്റവും പറ്റിയ ഒരാൾ എന്ന് സാറ് മനസ്സിലാക്കുക. ജയിലിൽ നിന്നും ഇറങ്ങിയ വിക്രമിന് ഒരു ജോലി അത്യാവശ്യമായിരുന്നു. അതുകൊണ്ട് തന്നെ ആ കുഞ്ഞിനെ നോക്കാൻ വിക്രമാണ് പുതിയ ലുക്കിൽ, നല്ല അടിപൊളി ലുക്കിലാണ് വിക്രം വരുന്നത്. അങ്ങനെ വേദയുടെ വീട്ടിലേക്ക് എത്തുന്ന വിക്രമിനെ കണ്ട് വേദ ആകെ ഞെട്ടിത്തരിച്ച് നിൽക്കുകയാണ്. കാരണം വിക്രം ഇങ്ങനെ ഒരു ലുക്കിൽ ഈ ഒരു ഭാവത്തിൽ ആ വീട്ടിലേക്ക് എത്തിപ്പെടും എന്ന് വേദ ഒരിക്കലും പ്രതീക്ഷിക്കുന്നില്ല. എന്നാൽ വേദയാണെങ്കിലും ആ സന്തോഷങ്ങളൊന്നും പ്രകടിപ്പിക്കാൻ പറ്റാത്തൊരു മാനസികാവസ്ഥയിലാണ് വേദ നിൽക്കുന്നത്. കാരണം തരുണിൻ്റെ അമ്മ, തരുണ്, കുഞ്ഞ് ഇവരുടെ എല്ലാവരുടെയും മുന്നിൽ വെച്ചിട്ടാണ് വേദ വിക്രമിനെ കാണുന്നത്. അതുകൊണ്ട് തന്നെ വിക്രമിൻ്റെ അടുത്തേക്ക് ഓടി വരാനോ വിക്രമിനെ കണ്ട സന്തോഷം പ്രകടിപ്പിക്കാനോ ഒന്നും വേദയ്ക്ക് ആവുന്നില്ല. അങ്ങനെ വിക്രം ആണെങ്കിലോ ഇതിനോടകം കുഞ്ഞുമായിട്ട് നല്ലൊരു അടുപ്പം ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. സ്വന്തം മകളാണെന്നുള്ള സത്യം തിരിച്ചറിയാതെ തന്നെയാണ് വിക്രം കുഞ്ഞുമായിട്ട് ഒരുപാട് അടുക്കുന്നത്. വിക്രമാണെങ്കിലോ വേദയോട് സംസാരിക്കാനൊക്കെ നോക്കുന്നുണ്ട്. പക്ഷേ വേദയാണെങ്കിൽ സംസാരിക്കാനൊന്നും തയ്യാറാവുന്നില്ല. കാരണം വേദയ്ക്ക് തരുണ് സത്യങ്ങളൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ എന്താവും, കുഞ്ഞിനെ നഷ്ടപ്പെടുമോ, ഇങ്ങനെയുള്ള ഒരു പേടിയൊക്കെ വേദയുടെ മനസ്സിലുണ്ട്. എന്തായാലും ഇനി വരാൻ പോകുന്ന എപ്പിസോഡുകളിൽ വിക്രം കുഞ്ഞുമായിട്ട് ഇടപഴകുന്ന രംഗങ്ങളൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണാം. അതുമാത്രമല്ല, കുഞ്ഞുമായിട്ട് കൂടുതൽ അടുക്കുന്നതിലൂടെ വിക്രം പുതിയൊരു വ്യക്തിയായിട്ട് മാറുകയാണ്. ഈ സമയത്ത് തന്നെ ശ്രീകാന്ത് കുട്ടിയെ തട്ടിക്കൊണ്ടു പോകാനുള്ള ശ്രമങ്ങളൊക്കെ നടത്തുന്നുണ്ട്. പക്ഷേ വിക്രമാണ് കുഞ്ഞിനെ അതിൽ നിന്നൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്ത് നിർത്തുന്നത്. വേദ മാഷിനെ കാണാൻ വീട്ടിലേക്ക് വരുന്നുണ്ട്. അവിടെ വെച്ചിട്ട് വേദയും വിക്രവും തമ്മിൽ കൂടിക്കാഴ്ച നടത്തുന്ന രംഗങ്ങളൊക്കെ വരുന്ന എപ്പിസോഡുകളിലൊക്കെ നമുക്ക് ഇനി കാണാം. അങ്ങനെ അവിടെ വെച്ചിട്ട് വേദ പറയുന്നുണ്ട്, എനിക്ക് തൽക്കാലം ഇവിടെ വന്ന് താമസിക്കാൻ കഴിയില്ല. കാരണം ഞാൻ മറച്ചു വെച്ച കുറച്ച് രഹസ്യങ്ങളും കൂടെ പുറത്തു വരാനുണ്ട്. എന്തായാലും അധികം വൈകാതെ ഞാൻ എല്ലാ രഹസ്യങ്ങളും തുറന്നു പറയാം. ഇപ്പോൾ തൽക്കാലം എനിക്കൊന്നും തുറന്നു പറയാൻ പറ്റില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ വേദ അവരോട് പറയുന്നുണ്ട്. ഇതേ സമയം ശങ്കരനാരായണ സാറ് വളരെ ഹാപ്പിയാണ്. കാരണം തൻ്റെ മകളും കുഞ്ഞിനെയും ഇനി കൺമുന്നിൽ കാണാമല്ലോ എന്നൊരു സന്തോഷത്തിലാണ് സാറ് ഇപ്പോൾ നിൽക്കുന്നത്. എന്തായാലും വർഷങ്ങൾക്ക് ശേഷം വിക്രവും വേദയും കണ്ടുമുട്ടുന്ന ആ ഒരു സീനൊക്കെ നമുക്ക് വളരെ ആകാംക്ഷയോട് കൂടിയിട്ട് തന്നെ നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കാത്തിരുന്ന് കാണാം. അപ്പോൾ ഈ ഒരു പ്രമോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ.